നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും പ്രതിപക്ഷ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളവുമെല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യമായി മാറിയിരിക്കുകയാണ്. അവർ തുടരെ പരാജയപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീനെതിരെ ചില സംശയത്തിൻ്റെ പുകമറകൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ്. എന്നാൽ വളരെ അപകടകരമായ രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ ഈ ആരോപണങ്ങൾ എടുത്തുകൊണ്ട് ചില രാജ്യവിരുദ്ധ സംഘടനകളും മറ്റും ഇത്തരത്തിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ അട്ടിമറിക്കുക ലക്ഷ്യമിട്ടുകൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ പ്രചരണവും നടത്തുന്നുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ രാജ്യത്ത് 8 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. 8 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 6 എണ്ണത്തിലും വിജയിച്ചത് NDA ആണ്. 2 എണ്ണത്തിൽ മാത്രമാണ് പ്രതിപക്ഷ സഖ്യം വിജയിച്ചത്. അതും ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് വിജയിക്കുന്നു, അതുപോലെ തന്നെ ജാർഖണ്ഡിൽ JMM വിജയിക്കുന്നു. കോൺഗ്രസും BJPയും നേരിട്ട് മത്സരിക്കുന്ന ഇടങ്ങളിലൊന്നും തന്നെ കോൺഗ്രസിന് പച്ചപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. പക്ഷേ ഈ 2 സംസ്ഥാനം, പ്രതിപക്ഷം വിജയിച്ച ഈ 2 സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കേടാണ്, അല്ലെങ്കിൽ അതിലെന്തോ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന വാദം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം. ഏറ്റവും ഒടുവിലായി മഹാരാഷ്ട്ര, ജമ്മു കാശ്മീരിലും അല്ലെങ്കിൽ മഹാരാഷ്ട്രയ്ക്കൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഈ ജാർഖണ്ഡിലും മറ്റും യാതൊരുവിധ പ്രശ്നവും വോട്ടിംഗ് മെഷീൻ ഇല്ല. പക്ഷേ മഹാരാഷ്ട്രയിൽ വോട്ടിംഗ് സംവിധാനങ്ങളിൽ ഒന്നാകെ വോട്ടിംഗ് മെഷീനെ മാത്രം കുറ്റം പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ വോട്ടിംഗ് സംവിധാനങ്ങളിൽ ഒന്നാകെ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒന്നാകെ സംശയം വളർത്തുകയും പ്രചരിപ്പിക്കുകയുമാണ് ചില രാഷ്ട്രീയ പാർട്ടികളും തൽപര സംഘടനകളും എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം മഹാരാഷ്ട്രയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം NDA നേടിയതോടുകൂടി അവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിൽ വലിയ പാകപ്പിഴകളുണ്ട് എന്ന് ആദ്യം മുതൽ തന്നെ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അതായത് പോൾ ചെയ്ത വോട്ടിനേക്കാൾ, അല്ലെങ്കിൽ ഇത്ര ജനങ്ങൾ വോട്ട് ചെയ്തുവെങ്കിൽ വോട്ട് എണ്ണിയപ്പോൾ അതിനേക്കാൾ അധികം ഉണ്ട് എന്ന ഒരു ആരോപണമാണ് ഒരു മാധ്യമം പടച്ചുവിട്ടത്. പക്ഷേ അത് വോട്ടിംഗ് മെഷീനിലുള്ള വോട്ടിനെ കൂടുതൽ, അതായത് 5 ലക്ഷത്തിലധികം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നാണ് വാർത്ത. പക്ഷേ ഈ 5 ലക്ഷത്തിലധികം ഉള്ള വോട്ടുകൾ അത് തപാൽ വോട്ടുകളാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നീട് പറഞ്ഞപ്പോഴാണ് നാട്ടുകാർക്ക് അത് ബോധ്യപ്പെട്ടത്. പക്ഷേ സംശയത്തിൻ്റെ പുകമറ സൃഷ്ടിക്കാൻ അതിന് സാധിച്ചു. പിന്നീട് ഈ വോട്ടിംഗ് ശതമാന കണക്കുകളിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന രീതിയിൽ, അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാന കണക്കുകൾ അപ്ഡേറ്റ് ചെയ്യാൻ വൈകുന്നു, അന്തിമ കണക്കുകൾ അപ്ഡേറ്റ് ചെയ്യാൻ വൈകുന്നു എന്ന രീതിയിൽ ഒരു പ്രചരണം അഴിച്ചുവിട്ടു. ഇത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത്തരമൊരു പ്രചരണം ഉണ്ടായതാണ്. മാത്രമല്ല, ഏറ്റവും ഒടുവിലായി ഇപ്പോൾ വരുന്ന മറ്റൊരു വിവാദം എന്നത് വോട്ടിങ്ങിൻ്റെ അവസാന മണിക്കൂറായ വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ മഹാരാഷ്ട്രയിൽ 76 ലക്ഷം ആളുകൾ വോട്ട് ചെയ്തു. ഇത് അസാധാരണമായ സംഭവമാണ്, എന്തോ തിരിമറി നടന്നിട്ടുണ്ട് എന്ന ഒരു പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ അതിനും വളരെ കൃത്യമായ മറുപടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മൊത്തം വോട്ടിംഗ് സംവിധാനങ്ങളിലെ സുതാര്യതയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിക്കുന്നുവെങ്കിൽ 6 മുതൽ 7 മണി വരെ മോക്ക് പോളിംഗ് ആണ്. അതായത് ഓരോ ബൂത്തിലും ഉപയോഗിക്കുന്ന EVMകൾ എടുത്ത് അതിൽ അതാത് ബൂത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാർ വോട്ട് ചെയ്യും. ഓരോ വോട്ട് വീതം ചെയ്ത് അതിനുശേഷം ഫലം അവിടെ വെച്ച് തന്നെ പരിശോധിച്ച് വോട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫലം തരുന്നതുമെല്ലാം ഒരേ രീതിയിലാണ്, അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീന് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് 7 മണിക്ക് പോളിംഗ് ആരംഭിക്കുന്നത്. ഇനി പോളിംഗ് ശതമാനത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഓരോ 2 മണിക്കൂറിലും ബൂത്തുകളിൽ നിന്നും പോളിംഗ് ശതമാനം എടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ മണിക്കൂറിൽ ഒരുപക്ഷെ 6 മണിക്ക് ശേഷവും പോളിംഗ് ബൂത്തിലേക്ക് ഗേറ്റ് കടന്ന് വന്നിട്ടുള്ള ധാരാളം വോട്ടർമാരുണ്ടാവും. ഇവർക്കൊക്കെ ടോക്കൺ നൽകിയായിട്ടായിരിക്കും പിന്നീട് പല ബൂത്തുകളിലും വോട്ടെടുപ്പ് നടക്കുക. ഇതിൻ്റെയൊക്കെ ഒരു അന്തിമ കണക്ക് അതൊരു പക്ഷേ അർദ്ധരാത്രിയോടുകൂടിയാകും ഈ സംവിധാനങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ വൈകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ഓരോ പോളിംഗ് ബൂത്തിലും ഇരിക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഏജന്റുമാർക്ക് 17C എന്ന് പറയുന്ന ഒരു ആധികാരിക രേഖ കൊടുക്കാറുണ്ട്. ഈ രേഖയിൽ ആ ബൂത്തിൽ എത്ര വോട്ടുകൾ ഉണ്ട് എന്നും എത്ര വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നുമെല്ലാമുള്ള വിശദമായ വിവരങ്ങളുണ്ട്. ഈ രേഖ പോളിംഗ് സ്റ്റേഷനിലേക്ക് ഇവർക്ക് കൊണ്ടുവന്ന് ഓരോ ബൂത്തിൻ്റെയും വോട്ട് എണ്ണാനെടുക്കുമ്പോൾ, അല്ലെങ്കിൽ മെഷീൻ എണ്ണാനെടുക്കുമ്പോൾ ആ മെഷീനിൽ ഇത്ര വോട്ടുകളാണ് ഉള്ളത് എന്ന് പിന്നീട് തെളിയുമ്പോൾ അത് തീർച്ചയായും 17C എന്ന രേഖയുമായി ഒത്തുനോക്കാവുന്നതാണ്.
എന്തെങ്കിലും പ്രശ്നം കാണുന്ന പക്ഷം അത് അപ്പോൾ തന്നെ അതത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചലഞ്ച് ചെയ്യാവുന്നതുമാണ്. മാത്രമല്ല, ഇതിനു മുന്നേ പോളിംഗ് അവസാനിച്ചതിന് ശേഷം അർദ്ധരാത്രിയോടുകൂടി ഈ വോട്ടിംഗ് യന്ത്രങ്ങളെല്ലാം ഒരു സ്ട്രോങ് റൂം ഇരിക്കുന്ന ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം ഈ വോട്ടിംഗ് മെഷീനുകളുടെ എല്ലാം സൂക്ഷ്മ പരിശോധനയുണ്ട്. അതിൽ സ്ഥാനാർത്ഥികളും ഏജന്റുമാരും എല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഈ സൂക്ഷ്മ പരിശോധനയിൽ കൃത്യമായി തന്നെ ഈ എല്ലാ ബൂത്തിൽ നിന്നുമുള്ള വോട്ടിംഗ് മെഷീനുകൾ എത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പരിശോധിക്കാൻ കഴിയും. അവിടെയും എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികൾക്ക് റീപോളിംഗ് ആവശ്യപ്പെടാം. ഇങ്ങനെയെല്ലാം വളരെ സുതാര്യമായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് അട്ടിമറിക്കാനും ജനങ്ങളിൽ സംശയം സൃഷ്ടിക്കാനും ശ്രമിക്കുന്നത് എന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ കാര്യം, അവസാന മണിക്കൂറുകളിൽ 76 ലക്ഷം ആളുകൾ മഹാരാഷ്ട്രയിൽ വോട്ട് ചെയ്തു എന്ന ഒരു ആരോപണം. ആ ആരോപണത്തെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുകയാണ്. തീർച്ചയായും 76 ലക്ഷം വോട്ടർമാർ അവസാന മണിക്കൂറിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം മഹാരാഷ്ട്ര ഒരു വലിയ സംസ്ഥാനമാണ്. ഒറ്റ ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1 ലക്ഷം ബൂത്തുകളാണ് മഹാരാഷ്ട്രയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. 76 ലക്ഷം എന്ന കണക്ക് 1 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ബൂത്തിൽ വെറും 76 പേരാണ് അവസാന മണിക്കൂറിൽ വോട്ട് ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡേറ്റ പ്രകാരം ഇതുവരെ ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ ഒരു ശരാശരി കണക്കനുസരിച്ച് ഒരു മണിക്കൂറിൽ 60 മുതൽ 70 ആളുകളാണ് ഓരോ ബൂത്തിലും വോട്ട് ചെയ്യുന്നത്. തീർച്ചയായും ഇത് അവസാന മണിക്കൂറാണ്. ധാരാളം ആളുകൾ വോട്ട് ചെയ്യാനായി ആ മണിക്കൂറുകളിൽ എത്തുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ 76 എന്നുള്ളത് ഒരിക്കലും അസ്വാഭാവികമായ കണക്കല്ല, അത് സ്വാഭാവികമായ കണക്കാണ്. പക്ഷേ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി, ജനങ്ങളിൽ സംശയം സൃഷ്ടിക്കാനായി, ഈ വിജയം അട്ടിമറിയിലൂടെ നേടിയതാണോ എന്നൊരു ചിന്ത ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനും ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിക്കാനും സമൂഹത്തിൽ സംഘർഷം സൃഷ്ടിക്കാനുമുള്ള ഒരു വിഭാഗം ആളുകളുടെ ഉദ്ദേശമാണ്, അല്ലെങ്കിൽ ആളുകളുടെ പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വയ്ക്കുകയാണ്. എന്തായാലും ഒരിക്കൽ കൂടി സുപ്രീം കോടതി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ആർക്കും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ തകരാറുണ്ട്, ആ ഒരു പ്രവർത്തനത്തിൽ അപാകതയുണ്ട് എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തോൽക്കുമ്പോൾ മാത്രം ഇങ്ങനെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെയും ഒന്നും കുറ്റം പറയുന്നത് ശരിയല്ല എന്ന് സുപ്രീം കോടതിയും പറഞ്ഞ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ ആരെങ്കിലും വിജയിച്ചിട്ടുണ്ട് എങ്കിൽ ആ വിജയം അംഗീകരിക്കാൻ അനുമതിയില്ലാത്തവർ, അല്ലെങ്കിൽ അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരാണ് ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നത്. അവരോടൊപ്പം രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയും ജനാധിപത്യ സംവിധാനത്തെയും അട്ടിമറിക്കാനുള്ള ചില ഗൂഢശക്തികളും ചേരുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.